നമ്മളിപ്പോൾ നിൽക്കുന്നത് KSR ബാംഗ്ലൂരിലാണ്. നമ്മളിന്ന് എറണാകുളത്തേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിലാണ് പോകാൻ പോകുന്നത്. അതെ, ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത KSR ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരതിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് 8 കമ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരതിനുള്ളത്. അതിനുശേഷം കൂട്ടും എന്നുള്ള ഒരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. അതെ, വന്ദേ ഭാരത് ഒരുപാട് വർഷമായി ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും എനിക്കിതുവരെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ ഒരു ടൈം കിട്ടിയിട്ടില്ല. ലൈക്ക് ആ ഒരു ടൈം ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വന്ദേ ഭാരത് യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ. C5 ആണ് നമ്മുടെ കമ്പാർട്ട്മെന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കമ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഇവിടുന്ന് തന്നെ അത്യാവശ്യം നല്ല ആൾ കയറുന്നുണ്ട്. എന്തായാലും നമുക്ക് കമ്പാർട്ട്മെന്റിൽ നമ്മുടെ സീറ്റിൽ പോയിരിക്കാം. ഇന്ത്യ കിട്ടിലും ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെത്. നല്ല കിട്ടിലും തണുപ്പുണ്ട്. വെളുപ്പിനെ ഇപ്പോൾ 4:30 സമയം. നല്ല അടിപൊളി തണുപ്പുണ്ട്. എന്തായാലും നമ്മുടെ കമ്പാർട്ട്മെന്റിൽ ഇതിലും തണുപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. C3 ഇതാണ് C5 എന്ന് തോന്നുന്നു. ഇതാ C5. അങ്ങനെ ഞാൻ വന്ദേ ഭാരതിൽ കാലെടുത്തൊക്കെ ഗൈസ്. എൻ്റെ ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ആണ്. അതെത്താൻ പറഞ്ഞു. ഇത് 2ഉം 3ഉം ആണ്. അങ്ങേറ്റാട്ടോ. ഇപ്പത്തിന് അത്യാവശ്യം ആളുണ്ട്. നല്ല വാം ഫുൾ ടെമ്പറേച്ചറാണ് നമ്മുടെ വന്ദേ ഭാരതിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, 77 ആണ് എൻ്റെ സീറ്റ് വരുന്നത്. വിൻഡോ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് സെക്കൻഡ് സീറ്റിംഗ് വലിയ ഇഷ്ടമല്ല, എന്നാലും കൊള്ളാം. നമുക്കിത് ഇവിടെ ചാർജർ സോക്കറ്റ് വരുന്നുണ്ട്. വെള്ളം വെക്കാനായിട്ടൊരു ഹോൾഡർ വരുന്നുണ്ട്. കാല് വെക്കാനായിട്ടൊരു പെഡൽ വരുന്നുണ്ട്. പിന്നെ അതെ, ഫുഡ് കഴിക്കാനും ഉണ്ടാകത്തേക്കും ഇങ്ങനെ ഇരിക്കാനും ഒക്കെ ഹോൾഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ന്യൂസ് പേപ്പറും അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ മേളില് ലഗേജ് വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ 2 ലൈറ്റ് ഉണ്ട്. ഐ ആം സോ ഹാപ്പി. റിസ്ക് എടുത്താണെങ്കിലും നമ്മൾ റിസ്ക് സാപ്പിട്ടു ഗൈസ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പീരിയൻസ്, അതും ബാംഗ്ലൂർ ടു എറണാകുളം. ഇരുന്ന് പോകേണ്ട ആയതുകൊണ്ട് എൻ്റെ ഒരു അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് നോക്കാം. എന്നാൽ നടുവൊക്കെ നമുക്ക് പ്രായമായില്ല. നടുവൊക്കെ ഒരു പണിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ വാഷ്റൂം ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ വാഷ്റൂം വരുന്നത്. ഇന്ത്യൻ ടോയ്ലറ്റ് ആണ്. അത്യാവശ്യം നീറ്റും ക്ലീനുമാണ്. നല്ല ഒരു ഫ്ലേക്രൻ്റ് എന്തോ ഒരു വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ ഇത് യൂറോപ്യൻ ആണ്. ഒരു ലെമണിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അത് യൂറോപ്യൻ ആണ്. ഫ്ലവറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അത്യാവശ്യം ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് തോന്നുന്നു ഡസ്റ്റ്ബിൻ വരുന്നത്. പിന്നെന്താ, ഇത് ഡോർ ക്ലോസ് ആണ്, കാരണം അവിടെ പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട്. ഇവിടെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ സീറ്റിങ്ങും അതേപോലെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. കിട്ടില്ല മൂന്ന് നല്ല സാധാരണ ട്രെയിനിലൊക്കെ കയറിയാലും വൃത്തികെട്ട സ്മെല്ലാണ്. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ട്രെയിനിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് എന്തായാലും നല്ല ലെമണിൻ്റെ സ്മെല്ലാണ് വരുന്നത്. വണ്ടി എടുത്തിട്ടില്ല, പക്ഷേ അതിന് മുമ്പേ വെള്ളം വെക്കണം. വെള്ളം കൊണ്ട് തരുന്നുണ്ട് എല്ലാവർക്കും. എങ്ങനെ നന്നാവാനാ? വെള്ളം തരുന്ന ചേട്ടൻ്റെ വായിൽ പരമ്പരാകും. വാവ്, വന്ദേ ഭാരത്. വണ്ടി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതേ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വാതിലിപ്പോൾ അടയുന്നുണ്ട്. ഒരു മിനിറ്റ്.
ഇപ്പൊ വണ്ടി എടുക്കാൻ സമയമായി. നമ്മുടെ അടുത്ത് വന്നപ്പോ വെള്ളം തീർന്നു പോയി. ഇതേ അപ്പുറത്ത് വേറെ വെള്ള വന്ദേ ഭാരത് കാണാൻ പറ്റുന്നുണ്ടോ. വണ്ടി എടുക്കുന്ന കറക്റ്റ് സംഭവമായപ്പോഴത്തേക്കിനും വാതിലുകളെല്ലാം അടച്ചു. എല്ലാം ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് വാതിലുകൾ അടയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. താങ്ക് യു. UP വെള്ളം ഫ്രീ ആണ് കേട്ടോ. ബാക്കി മേടിക്കുമ്പോൾ ആ വെള്ളം തീർന്നിട്ട് അടുത്തത് മേടിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ആവും. ഹോണടിച്ചു. വണ്ടി ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും. അങ്ങനെ കറക്റ്റ് സമയത്ത് നമ്മളെ വണ്ടി എടുത്തേക്കാണ്. നമ്മുടെ ഈ വന്ദേ ഭാരത് വെസ്റ്റേൺ റെയിൽവേസ് ആണ് കേട്ടോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ബുക്ക് ചെയ്ത ടൈമിൽ മീൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം എന്തൊക്കെ മീൽ നമുക്ക് കിട്ടും എന്ന് നമുക്ക് നോക്കാം. കയറിയപ്പോൾ തന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കുപ്പി വെള്ളം കിട്ടി. ഇനിയും എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അത്യാവശ്യം സർവീസൊക്കെ കൊള്ളാം. പുള്ളിയുടെ വായിൽ പാൻപരാഗ് ഉണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷെ പുള്ളി രാവിലെ വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. ടാറ്റ ബാംഗ്ലൂരു, ടാറ്റ ബാംഗ്ലൂരു. അങ്ങനെ ബാംഗ്ലൂരിനോട് ടാറ്റ പറഞ്ഞ് നമ്മുടെ എറണാകുളത്തേക്ക് തിരിച്ചു പോവാണ്. ആക്ച്വലി എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഞാൻ കണ്ട സ്ഥലങ്ങൾ മാത്രമായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ കൊച്ചി കേരളം പോലെ, നമ്മുടെ എറണാകുളം പോലെ, എന്നാൽ അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ന്യൂസ് പേപ്പർ വരുന്നുണ്ട്. ഇംഗ്ലീഷ്. അങ്ങനെ നമുക്ക് രാവിലെ തന്നെ ന്യൂസ് പേപ്പർ കിട്ടിയേക്കാണ്. ഒരു കുപ്പി വെള്ളം കിട്ടി, ന്യൂസ് പേപ്പർ കിട്ടി. നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് കൃഷ്ണരാജപുരമാണ്. കർണാടകയിൽ ഇതിന് ഒരു സ്റ്റോപ്പേ ഉള്ളൂ, കൃഷ്ണരാജപുരം. KSR ബാംഗ്ലൂരും കൃഷ്ണരാജപുരവും. അതിന് ശേഷം ഇതിൻ്റെ സ്റ്റോപ്പ് വരുന്നത് സേലത്താണ്. സേലം കഴിഞ്ഞാൽ ഇതിന് സ്റ്റോപ്പ് വരുന്നത് എവിടെയാ, ഈ സേലം കഴിഞ്ഞ് ഈറോഡ് കഴിഞ്ഞ് തിരുപ്പൂർ കഴിഞ്ഞ് കോയമ്പത്തൂർ, പിന്നെ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനിന് സ്റ്റോപ്പ് വരുന്നത്. കർണാടകയിൽ KSR ബാംഗ്ലൂർ ഒഴികെ ഒരു സ്റ്റോപ്പും, തമിഴ്നാട്ടിൽ 4 സ്റ്റോപ്പും, കേരളത്തിൽ 3 സ്റ്റോപ്പുമാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കൃഷ്ണരാജപുരത്തേക്ക് എത്തുകയാണ്. ആക്ച്വലി പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് പറ്റുന്നില്ല. നേരം വിളക്കുമ്പോഴത്തേക്ക് സെറ്റാവുള്ളൂ. ഇപ്പം കൃഷ്ണരാജപുരം എടുക്കാറായി. ഞാനിരിക്കുന്നതിൻ്റെ ഇങ്ങോട്ടാണ് ട്രെയിൻ പോകുന്നത്, ഈ ഭാഗത്തോട്ട്. അപ്പം അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ട്, നോർമൽ ട്രെയിനിൽ എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാറില്ല. പക്ഷെ ഇതിലിരുന്നിട്ട് എന്തോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന പോലെ ഫീൽ ചെയ്യുന്നു. നമ്മളങ്ങനെ കൃഷ്ണരാജപുരം എത്തി. പക്ഷെ ആ സൈഡിലാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇവിടെ 2 മിനിറ്റാണ് കൃഷ്ണരാജപുരത്ത് സ്റ്റോപ്പ് വരുന്നത്, ഹോൾട്ട് വരുന്നത്. ഇവിടുന്ന് ആൾക്കാരൊക്കെ അത്യാവശ്യം കയറുന്നുണ്ട്. ഇവിടെ നിർത്തി കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് സേലത്താണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ട്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ടേ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു നാപ്പ് എടുക്കാന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ പറ്റിയ ചാൻസ്. സോ ഞാൻ ഒരു നാപ്പ് എടുത്തിട്ട് വരാം. ഇപ്പം സമയം 6:10 നമുക്ക് ചായ വന്നിട്ടുണ്ട്. ചായയുടെ പ്രീമിക്സ് ആണ് വന്നേക്കുന്നത്. എനിക്ക് കറക്റ്റ് കാർഡമം തന്നെ കിട്ടി. വാവ്. ഞാൻ ഏലക്ക ചായയാണ് കുടിക്കുന്നത്. പിന്നെ അതിനകത്ത് ഇഞ്ചി ഇട്ട്, അല്ലാതെ ചായ കുടിക്കാറില്ല. കറക്റ്റ് എനിക്ക് കാർഡമം തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ യൂണിബിക്കിൻ്റെ ഒരു ഓട്സിൻ്റെ ബിസ്ക്കറ്റ് വരുന്നുണ്ട്. ഒരു ജിഞ്ചർ എന്ന് പറഞ്ഞ കാര്യവും ചായ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടുവെള്ളം വരാനുണ്ട്. എന്നിട്ട് വേണം പ്രീമിക്സ് ചായ ആയതുകൊണ്ട് ഞാൻ കുടിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ നാപ്പ് എടുത്തില്ല കേട്ടോ, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇനി ചായ കുടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുമോ നോക്കാം. അപ്പോഴത്തേക്ക് എന്താ ഇവിടെ നേരം വിളത്തിട്ടുണ്ട്. നല്ല കിട്ടിയിലും കാലാവസ്ഥയാണ്. നല്ല മഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊന്ന് മയങ്ങാൻ നോക്കി, കഴുത്തൊക്കെ വേദന എടുത്തിട്ട് വയ്യ. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇപ്പം 7:30 ഇതേ നമ്മുടെ ഫുഡും വെജ് മീലില് 2 ഇഡ്ഡലി, ഒരു വട, ഒരു പൊങ്കലാണ്, പൊങ്കല് കേസരി ഇതാണ് വരുന്നത്. ഒരു സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. പുള്ളിയോട് ചോദിച്ചാലോ, ഡു വി ഹാവ് എനി അതർ ഓപ്ഷൻ?
കട്ട്ലറ്റ് നമ്മുടെ നോൺ വെജിൽ നമുക്ക് 2 കട്ട്ലറ്റ് ഉണ്ട്. ചിക്കൻ കട്ട്ലറ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെന്താ ഇവിടെ മുട്ടയുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, 2 ബ്രെഡ് ഉണ്ട്. ഇതെന്താ വെറ്റ് വൈപ്സ് ഉണ്ട്, ബട്ടർ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നോൺ വെജില് ഫുഡ് വരുന്നത്. എന്തുകൊണ്ടും ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നോൺ വെജാണ് ഇഷ്ടമായത്. കാരണം എനിക്ക് ഇഡലിയോട് വലിയ ഉണ്ടോ അതുപോലെ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന അല്ലാതെ വേറൊരിടത്ത് ഇഡലി എനിക്ക് ഇഷ്ടപ്പെടാറില്ല. നല്ല സോഫ്റ്റ് ഇഡലിയൊക്കെയാണ്. നമുക്ക് നോക്കാം, കഴിച്ചു നോക്കാം. ഇത് വെജ് കട്ട്ലറ്റ് ആണ്. ഇത് ഓംലെറ്റും. നമുക്ക് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാം. വീറ്റ് ബ്രെഡ് ആണ്, സോഫ്റ്റ് ആണ്, അത്യാവശ്യം സോഫ്റ്റ് ആണ്. ബട്ടർ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ തേക്കുന്നു. ഒരു കട്ട്ലറ്റ് നമുക്ക് വെക്കാം. ഓ എണ്ണ കണ്ട. കുറച്ച് മുട്ട എടുക്കാം. ഇതിങ്ങനെ അടച്ചു വെക്കാം. സൂര്യേട്ടൻ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോ നല്ല രസമുണ്ട്, നല്ല വൈബാണ്. നല്ലൊരു കിടിലൻ ക്ലൈമറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയൊരു സൂര്യപ്രകാശവും മലകളും മഞ്ഞിൽ മൂടിയ മലകളും ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അതെന്ന് പറഞ്ഞാൽ മറ്റേ മഞ്ഞല്ല, ചെറിയൊരു മൂടാപ്പുണ്ടല്ലോ അത്. അങ്ങനെ നമ്മുടെ വന്ദേ ഭാരതിന്റെ സെക്കൻഡ് ഹോൾട്ടായ സേലത്തിൽ നമ്മൾ എത്തിയേക്കാണ്. നമ്മൾ സേലം റെയിൽവേ സ്റ്റേഷന്റെ ഏത് പ്ലാറ്റ്ഫോമാണ്? 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയേക്കാണ്. നമ്മുടെ സെക്ഷൻ എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് ഫില്ലായിട്ടുണ്ട്. നമ്മൾ സേലത്ത് 1 മിനിറ്റ് ബിഫോർ ടൈമാണ് എത്തിയേക്കുന്നത്. 2 മിനിറ്റാണ് ഇതിന് ടൈം ഉള്ളത്. ഓൾറെഡി വാതിലുകൾ അടയുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എടുക്കാൻ ടൈം ആയിരിക്കുന്നു. 2 മിനിറ്റാണ് ഇവിടെ ഹോൾട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ ട്രെയിൻ സേലത്തുനിന്ന് എടുത്തു. ഓ സ്പീഡ് പിടിക്കുന്നുണ്ടോ? ഇതാണ് എനിക്ക് പറ്റാത്തത്. പെട്ടെന്നാണ് സ്പീഡ് പിടിക്കുന്നത്, മെമു ഒക്കെ പോലെ. ഇനി അടുത്ത സ്റ്റേഷൻ ഈറോഡ് ജംഗ്ഷൻ. ഈറോഡാണോ തിരുപ്പൂറാണോ? ഈറോഡ്, തിരുപ്പൂര്, കോയമ്പത്തൂർ. യെസ്. നമ്മളിത് ഈറോഡ് എടുക്കാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈറോഡ് ജംഗ്ഷനിൽ എത്തിയേക്കാണ്. ഇപ്പം സമയം 9:02 ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബിഫോർ ടൈമാണ് എത്തിയേക്കുന്നത്. ഇവിടെ സ്റ്റേഷന്റെ പണി നടക്കുകയാണ്. ഇത് ഏത് പ്ലാറ്റ്ഫോമാണ്? ഇവിടെയും ജസ്റ്റ് 2 മിനിറ്റത്തെ ഹോൾഡാണ് ഉള്ളത്. നമ്മളങ്ങനെ ഈറോഡ് ജംഗ്ഷനിൽ നിന്ന് എടുത്തു. നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തു. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ സ്റ്റേഷനിൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പോകുന്നത്. പക്ഷെ നോർമലി നമ്മുടെ ബാക്കിയുള്ള ട്രെയിനുകൾ എങ്ങനെയാണ് ഫുഡിൻ്റെ വേസ്റ്റോ അതെല്ലാം നമ്മൾ പുറത്തോട്ടോ ഇങ്ങോട്ടെല്ലോ ഒക്കെയാണ് ഡംപ് ചെയ്യുന്നത്. ഈവൻ അവിടുത്തെ ട്രെയിനിൻ്റെ ജീവനക്കാരാണെങ്കിൽ പോലും പുറത്തോട്ടാണ് തൂത്ത് കളയുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ട്രെയിനിലും ഇങ്ങനത്തെ ഒരു സിസ്റ്റം വന്നാൽ അടിപൊളിയായിരിക്കും. അവിടെ ചായയുടെ പ്രിയ മിക്സ് സാധനം കൊണ്ടുവരുന്നുണ്ട്. കാപ്പിയുണ്ട്, ചായ ഉണ്ട്, എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എക്സ്ട്രാ ആണ്. നമ്മളങ്ങനെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയേക്കാണ്.
ഇപ്പോൾ സമയം 9:43 8 ബോഗി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 8 കമ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്തടത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഓടേണ്ടി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകാൻ തോന്നുന്നു. വീട്ടിൽ പോയാൽ ചെന്ന് കിടന്നുറങ്ങണം, ചോറ് കഴിക്കണം. ചോറും മോരും മീൻ വറുത്തതും ഇച്ചിരി മീൻ കറിയോ. നമ്മുടെ നാട്ടിലെ ഫുഡ് അത് സ്പെഷ്യൽ തന്നെയാണ്. എവിടെ ചെന്നാലും നാട്ടിലെ ഫുഡ് നാട്ടിലെ ഫുഡ്. നമ്മുടെ വന്ദേ ഭാരത് അങ്ങനെ വന്ദേ ഭാരതിന്റെ തമിഴ്നാട്ടിലെ ലാസ്റ്റ് സ്റ്റേഷനായ കോയമ്പത്തൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. ആ മതിലുകളിലൊക്കെ വരച്ചു വെച്ചേക്കുന്ന പടം കണ്ടോ നല്ല രസമില്ലേ? ഫുൾ തമിഴ്നാട് കൾച്ചർ തന്നെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാലക്കാട്, നമ്മുടെ വന്ദേ ഭാരതിന്റെ കേരളത്തിലെ ഫസ്റ്റ് സ്റ്റോപ്പായ പാലക്കാട് ജംഗ്ഷനിലെത്തിയേക്കാണ്. ഇനിയും ഈ വന്ദേ ഭാരതിന് 2 സ്റ്റോപ്പേ വരുന്നുള്ളൂ, തൃശ്ശൂരും എറണാകുളം ജംഗ്ഷനും. ഇനി അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ്. അതിനുശേഷം എറണാകുളത്ത് മാത്രമായിരിക്കും നമുക്ക് സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ പാലക്കാട്ടു നിന്ന് നമ്മുടെ വണ്ടി എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ, അത് കഴിഞ്ഞ് എറണാകുളം. അതിനിടയിൽ നമ്മുടെ മീൽസ് വരും. തൃശ്ശൂരാകുമ്പോഴത്തേക്കും വരുമായിരിക്കും തോന്നുന്നു. ഇപ്പം കാരണം 11 മണി ആയതേ ഉള്ളൂ, 11:30 ആയതേ ഉള്ളൂ. അപ്പോൾ തൃശ്ശൂരൊക്കെ ആവാറാകുമ്പോഴത്തേക്കായിരിക്കും മീൽസ് വരുന്നത്. പാലക്കാട് കോയമ്പത്തൂർ ആ റൂട്ടിന് ഭയങ്കര ഭംഗിയാണ്. ആ ഭംഗി അപ്പുറത്തെ സൈഡിലായിരുന്നു, അതുകൊണ്ട് എനിക്കധികം എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് മറ്റേ ട്രെയിനിൽ പോകുന്നോട്ട് ജനലിൽ കൂടെ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് ആ ഒരു റൂട്ടിന്റെ ഭംഗി എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ എടുക്കാൻ പറ്റാവുന്ന മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭാരതപ്പുഴയാണ് ഇത്. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ പാലം പണിയാൻ പോവാന്ന് തോന്നുന്നു. ഫുൾ ഭാരതപ്പുഴയല്ല, ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണത്. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ എടുക്കാറായേക്കാണ്. തൃശ്ശൂർ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഉച്ചക്കത്തെ ലഞ്ചിന്റെ സെർവ് ചെയ്ത് തുടങ്ങി. തൃശ്ശൂരാകുമ്പോഴത്തേക്കും കിട്ടുമായിരിക്കും. വെജ് മീല് വന്നേക്കാണ്. ദാലുണ്ട്, റൈസ് ഉണ്ട്, ചിക്കൻ ഡിഷാ. ചിക്കൻ ആണല്ലേ ഇത്. പാവം വെജാന്ന് പറഞ്ഞാൽ എനിക്ക് ചിക്കൻ കറി കൊടുത്തത്. ചിക്കൻ കറിയാന്ന് തോന്നുന്നു. നോക്കട്ടെ. തോരനാട്ടാ. ഞാൻ ഫ്രൂട്ട്സ്, ഞാൻ ഏതാണ്ട് സ്വീറ്റ് ആണെന്ന് വിചാരിച്ചാൽ തോരനായിരുന്നു. തോരനുണ്ട്. അയ്യോ, ദാല് കറിയുണ്ട്, റൈസ് ഉണ്ട്, ചിക്കൻ കറിയുണ്ട്. വെജ് എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് നോൺ വെജ് തന്നെ. അപ്പൊ നോൺ വെജ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. അതിന്റെ കൂടെ ചപ്പാത്തി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. പുള്ളി പറഞ്ഞത് ഇത് വെജ് എന്നല്ല, പുള്ളി പറഞ്ഞു മാറിപ്പോയത് നോൺ വെജ് ആണ്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നേക്കാണ്. ഇതിനകത്ത് തോരനായിരിക്കും. തോരനുണ്ട്, അശ്ശോ ദാല് വേറെ ഏതാണ്ടുണ്ട്, റൈസ് ഉണ്ട്, ദാലുണ്ട്, ചപ്പാത്തി ഉണ്ട് 2. ഇന്നൊരു തൈരുണ്ട് കേട്ടോ. ഓക്കെ, ദാലോടെ കൊള്ളാം, സൂപ്പർ. റൈസ് വേണ്ട, ചപ്പാത്തി മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇത് കഴിച്ചു തീർത്തിട്ട് വരാമേ. കഴിച്ചു തീർക്കുമ്പോഴത്തേക്കും എറണാകുളം എത്തും. ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം. അങ്ങനെ ലാസ്റ്റ് നമുക്ക്
ഐസ്ക്രീമും കിട്ടി. അടിപൊളി, നല്ല ഐസ്ക്രീം. അങ്ങനെ നമ്മൾ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു എയർപോർട്ടാണ് എനിക്കിവിടെ. ഞാൻ പണ്ടിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. സോ കാണുമ്പോഴത്തേക്കും ഉള്ളിലൊരു തത് വരും. ഇവിടെ ആക്ച്വലി ഈ എയർപോർട്ടിന് അവിടെ ആയിട്ട് പുതിയ നെടുമ്പാശ്ശേരിയുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് നമ്മുടെ ഈ വന്ദേ ഭാരതിന് ഇൻക്ലൂഡിങ് ഫുഡ് ഒരാൾക്ക് 1693 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. 8 മണിക്കൂർ 40 മിനിറ്റ് ആണ് നമ്മുടെ ഈ വന്ദേ ഭാരത് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തെത്താൻ എടുക്കുന്ന ടൈം. ഇതെൻ്റെ ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഓവറോൾ 50-50 ആയിട്ടാണ് ഫീൽ ചെയ്തത്. നല്ലതുമായിരുന്നു, എന്നാൽ അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സിനും വന്ദേ ഭാരതിനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ടോയ്ലറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റുള്ള ട്രെയിൻസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനും അതേപോലെ വലുതുമാണ്. പക്ഷേ ടോയ്ലറ്റ് സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും ഭയങ്കര ചെറുതുമാണ്. അതുപോലെ തന്നെ നമ്മൾ വാഷ്റൂമിൽ പോകുമ്പോഴത്തേക്കും ഈ വെള്ളം കെട്ടി മേളിലോട്ട് വന്നുകൊണ്ടിരിക്കും. അത് ഫ്ലഷ് ചെയ്തതിന് ശേഷം മാത്രമേ താഴോട്ട് പോവുള്ളൂ. അത് ഭയങ്കര ഇറിറ്റേറ്റിങ്ങും അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതിനുശേഷം ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്തായിരുന്നില്ല. എനിക്ക് ഉച്ചയ്ക്കത്തെ റൈസ് തീരെ ഇഷ്ടമായിട്ടില്ലായിരുന്നു. ബാക്കി കറികളൊക്കെ ഓക്കെ ആയിരുന്നു. ചപ്പാത്തിയും കാര്യങ്ങളും, ചിക്കൻ കറി നല്ല കറിയായിരുന്നു, അതേപോലെ ഡാലും നല്ല കറിയായിരുന്നു. വെജ് കറി ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കൂട്ടാൻ നല്ലതായിരുന്നു. പിന്നെ അതേപോലെ രാവിലത്തെ കട്ട്ലറ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ഇഡലി ആണെങ്കിൽ നല്ല സോഫ്റ്റും ആയിരുന്നു. പക്ഷെ അത് വെർത്തായിരുന്നില്ല. ആ ഒരു നമ്മൾ പേ ചെയ്യുന്ന പ്രൈസിന് വെർത്തായിരുന്നില്ല. അതേപോലെ തന്നെ കമ്പാരിറ്റീവ്ലി വെജിനേക്കാൾ നോൺ വെജ് ആണ് നല്ലത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ വെറും 8 മണിക്കൂർ 40 മിനിറ്റിൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് എത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ സർവീസ് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ എറണാകുളം ജംഗ്ഷനിൽ എത്താറായി. എന്ത് വേണ്ടി നോക്കാൻ നോക്കി. എനിക്ക് തോന്നുന്നു നമ്മൾ 4ാമത്തെ അല്ല, നമ്മൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി, എറണാകുളം ജംഗ്ഷൻ. അങ്ങനെ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ റേക്കനാണ് തിരിച്ച് 5 മണിക്കെങ്ങാണ്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്ന, വേറെ ഒന്നുമില്ല. ഈ ട്രെയിൻ തന്നെ ക്ലീൻ ചെയ്തിട്ട് വൈകിട്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വന്ദേ ഭാരത് വീഡിയോ. എന്തായാലും ബാംഗ്ലൂർക്ക് പോകുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ വന്ദേ ഭാരത്. യെസ്, കുറച്ച് പ്രൈസ് ഹൈ ആണ്, പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. പെട്ടെന്ന് എത്തുകയും ചെയ്യും, അധികം സ്റ്റോപ്സും ഇല്ല, ഫുഡും ക്ലീൻനെസ്സും എല്ലാം കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ